അവരെ കാണുന്നില്ലല്ലോ ഇന്ദ്ര. വന്നോണ്ടിരിക്കുവല്ലേ, ഇപ്പൊ എത്തും. ഇത് എത്ര നേരം ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ വന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കൂടുതലായില്ലേ? എന്റെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ കാത്തു നിന്നിട്ടില്ല. ഞാൻ ഇവിടെ പാറാവുകാരിയെ പോലെ നിൽക്കുന്നത്. എന്റെ മുത്തശ്ശി അവരിപ്പൊ ഇങ്ങെത്തും. നീ ഇത് എത്രാമത്തെ തവണ എന്നോട് ഇത് പറയുന്നത്? കരുനീലിക്കാവിന്നിങ്ങ എത്തണ്ടേ? കരുനീലിക്കാവങ്ങ് പാണ്ടിനാട്ടിലൊന്നും അല്ലല്ലോ. ഇവിടുന്ന് കൂടി വന്ന ഒരു 10-50 കിലോമീറ്റർ കാണും. ഏതാണ്ട് അത്രയും ദൂരത്തുനിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. വേണോന്ന് വെച്ചാ അവർക്ക് കൃത്യസമയത്ത് ഇങ്ങ് എത്താം. ഇത് മനഃപൂർവ്വം നമ്മളെ നോക്കൂത്തികളായിട്ട് നിർത്തിയിരിക്കുന്നതാ. അത് മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ. ഒരു തോന്നലും അല്ല. പത്മനാഭൻ ആള് നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല. കാഞ്ഞ വിത്താ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് തലക്കനം കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം വഹിക്കുന്നതായിരിക്കും. ഏതായാലും അവര് വരാതെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ മുത്തശ്ശി, ഒന്ന് ക്ഷമിക്കേ. ദേ, ഇനി ഒരു 5 മിനിറ്റ് കൂടി ഞാൻ ക്ഷമിക്കും. അതിനുള്ളിൽ അവര് വന്നില്ലേ, ഞാൻ എന്റെ പാട്ടിന് പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടാ ഒന്ന് ചെല്ല്. അവരെത്തി. അല്ല, നിങ്ങൾ വന്നിട്ട് കുറച്ചു നേരം ആയോ? മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല, വന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അതാണ്. അതൊന്നും കുഴപ്പമില്ലാന്നേ. ആ വഴിക്ക് തന്നെയാ ഞങ്ങളും വന്നത്. ആണല്ലേ? നമുക്കെന്നാ വസ്ത്രം എടുക്കാം. വരൂ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നറിയോ? ഇവിടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. മുത്തശ്ശി, ഗിരിയും പെങ്ങന്മാര് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. നിങ്ങളും വന്ന ഇവരാരും കൊണ്ട് വിളിച്ചേ. കുടുംബത്തിലൊരു വിവാഹം നടക്കാൻ പോവല്ലേ? അടുത്ത ബന്ധുക്കൾക്ക് കോടി വാങ്ങി കൊടുക്കണ്ടേ നമ്മള്? നീ കൂടുതലൊന്നും മിണ്ടണ്ട, ഞാനാ വിളിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ? അച്ഛാ, ഒന്ന് വാ. എന്താ മോനെ? അവനെന്താ വന്നത്? എന്താ ഇത്? നമ്മുടെ ഈ ചടങ്ങ് കൊളാക്കാരായിട്ട് ലുങ്കി കൊടുത്ത് കൊടയെടുത്ത് വന്നിരിക്കുക കാലൻ. ഞാനൊന്ന് ബാഗോട് ചോദിച്ചിട്ട് വരാം. ഞാൻ ചോദിക്കും. എന്താടാ ഇതൊക്കെ? എനിക്ക് ദേഷ്യം വന്നിട്ട് പോവാം. അതെ, അവർക്ക് ഇവരുടെ വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീയാണ് ഇവരെ വിളിച്ചത്. അവരും നമ്മളെ മക്കളല്ലേ, അവർക്ക് ഉടുപ്പെടുത്ത് കൊടുക്കേണ്ട കടമയും നമ്മുടേതല്ലേ? കൊച്ചിയും പറിച്ചെല്ലാം കൂടെ എഴുന്നള്ളിയിരിക്കുന്നു. മക്കളെ, ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ എടുക്ക്. പാറുന്റെ കല്യാണമല്ലേ, അമ്മാവെന്നുള്ള രീതിയിൽ അതിന്റെ ഉത്തരവാദിത്വമാണല്ലോ. നീ അടുത്ത് എന്താ പറയുന്നത്? ഞാൻ പോണു. ബന്ധുക്കളായി പോയില്ലേ? പാറമോളെ, ഇങ്ങോട്ട് വരൂ. പാറുവേ, മോൾ ഇവിടെ നിൽക്കുകയാണ്. അമ്മേ വാ വന്നേ, ഇവിടെ ഇരിക്കെ ഇരുന്നേ. മോനെ ഇങ്ങ വാ. മോൻ ഇഷ്ടപ്പെട്ട കളർ ഏതാ? മജന്ത. അതെന്താ? അതൊരു തരം കളറാ. ഇവിടെ വന്നിരിക്കേ. ഇരുന്നേക്കാം, അല്ലെങ്കിൽ അവൻ ചാടി കയറിയിരിക്കും.
പിന്നെ ആ മഞ്ഞ സാരി ഒന്ന് എടുത്തേ. അത് വേണ്ട, ആ പച്ച സാരി ഇങ്ങ് എടുത്താ മതി.